ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് ആരും അറിയാതെ വാങ്ങിക്കൊടുക്കാനാ ഞാൻ ഈ പൈസ എടുത്തത്. അതിനെ മോഷ്ടിക്കണോ? കാര്യം പറഞ്ഞ ഞാൻ എന്താ പൈസ തരില്ലേ? ഓ, അപ്പൊ പിന്നെ എളുപ്പത്തിൽ കാര്യം നടക്കില്ലല്ലോ. ഇതുപോലെ മോഷ്ടിക്കാനും പറ്റില്ല. അതെങ്ങനെയാ? കുടുംബത്തോടെ ചട്ടമ്പിത്തര എടുത്ത് നടക്കുന്നവർക്ക് ഇങ്ങനെയുള്ള തിരിച്ചടികളൊക്കെ ഉണ്ടാവും. ശാലിനി എന്റെ മരുമകളായി വരുവാൻ തടസ്സമായി നിന്നത് സത്യമോളുടെ അച്ഛൻ ആരാണെന്നുള്ള സംശയം മാത്രമായിരുന്നു. ആ സംശയം ഇവിടെ ഇപ്പൊ ഇല്ലാതായി തീർന്നത്. എന്റെ ജീവിതത്തിലെ വലിയൊരു കടമ്പയാ അങ്ങ് തീർത്തു തന്നിരിക്കുന്നത്. കുറെ നാളായി മനസ്സിൽ കൊണ്ടു നടന്നതിനുള്ള ഒരു ഉത്തരം. ഭഗവാന്, ഇതിന്റെ പേരിൽ ഞാൻ എന്റെ മകനെ എന്തെല്ലാമോ പറഞ്ഞിരിക്കുന്നത്. അവനും എന്നോട് സത്യം പറഞ്ഞില്ല. എല്ലാം അങ്ങേക്ക് അറിയില്ലായിരുന്നോ? എന്നിട്ടും അങ്ങനെ കൊണ്ട് ചെയ്യാവുന്ന ക്രൂരതകളെല്ലാം ചെയ്യിപ്പിച്ചില്ലേ? എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത്? ഞാൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്ക് എന്നെ ശിക്ഷിച്ചതാണ്. എന്തായാലും കൃഷ്ണ, എനിക്ക് എന്റെ കൊച്ചുമോളെ വേണം. എന്റെ വിഷ്ണുവിന്റെ മോള്. അവളെ ഇനി ഈ വീട് ഭരിക്കേണ്ടത്. അവൾക്ക് വേണ്ടിയാ ഞാനിനി ജീവിക്കേണ്ടത്. എന്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തല്ലേ കൃഷ്ണ. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പുറത്ത് മാപ്പ് തരണേ ഭഗവാനെ, മാപ്പ് തരണേ ഭഗവാനെ. പപ്പി, ഇത് വരച്ചു തീരുമെന്ന് തോന്നുന്നില്ല. ഒന്ന് ട്രൈ ചെയ്യ സത്യേ. ഇപ്പോഴേ ഇങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ട്രൈ ചെയ്യാം, പക്ഷെ തീരുന്നില്ല പപ്പി. പപ്പി, സത്യേ എവിടെയാ? ഞങ്ങളിവിടെ ഉണ്ട് വിഷ്ണു അച്ഛാ. പഠിക്കാ. അച്ഛന്റെ ചക്കരക്കുട്ടിയോട് പഠിക്കുക. അച്ഛാ, ഇതെങ്ങനെയാ ചെളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന? ഇനിയിപ്പോ ഇത് വരയ്ക്കണമെങ്കിലേ നിങ്ങളുടെ അമ്മ ഒന്നര നടക്കുള്ളൂ. അല്ലെങ്കിൽ ആ അപ്പുറത്തെ ജയശ്രീച്ചോട് പറഞ്ഞു. വിഷ്ണു അച്ഛൻ ഇതൊന്നും പഠിച്ചിട്ടില്ല. അയ്യേ, ഇത്ര നിസ്സാരായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ എന്നോട് ഒരു മാഷുമാരും പറയാറില്ലേ മോളെ? ഈ മാഷുമാർക്ക് വരയ്ക്കാൻ പറ്റാത്തത് അവരെന്നെ കൊണ്ട് ഇങ്ങോട്ട് വരപ്പിക്കും. അച്ഛൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നോ? അതെ അതെ, ഫസ്റ്റ് ആയിരുന്നു. അതെ, ഫസ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ബാക്ക് ബെഞ്ചിന്നായിരുന്നു മാത്രം, അല്ലേ വിഷ്ണുട്ടാ? വരയ്ക്കാനുള്ളതൊക്കെ എടുത്തു വെക്ക, ഞാൻ വന്ന് വരച്ചുതരാം. ഓ അതെ, പഠിത്തത്തിലേ കുറവുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങൾക്കെല്ലാം ഫസ്റ്റ് ആയിരുന്നു. അതെ, പക്ഷെ ഒന്നും പഠിത്തത്തിൽ ഗുണം ചെയ്തില്ലല്ലോ. അതെന്തേലും ആവട്ടെ. അല്ല, ഈ കളക്ടർമാരുടെ കൂട്ടായ ചർച്ച എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ചുമ്മാ പ്രഹസനമെന്നേ. എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. തീരുന്നതിന് മുമ്പ് ഞാനിങ്ങ് പോന്നു. ഇതൊന്ന് വരച്ചതാ അച്ഛാ. നാളെ എനിക്ക് ഇതുകൊണ്ടേ കാണിക്കാനുള്ളതാ. അച്ഛൻ വരച്ചിട്ട് മോള് കാണിക്കും. വിഷ്ണുട്ടാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അപ്പോഴേക്കും ഞാനിങ്ങ് വരാം. അങ്ങനെ എന്നെ കൊച്ചാക്കാൻ ആരും നോക്കണ്ട. ഇതല്ല, ഇതിനപ്പുറം ഞാൻ വരച്ചിട്ടുണ്ട്. അല്ല, വരച്ചെടുക്കാന്ന് പറയായിരുന്നു. എടി, നിനക്ക് ഏത് പടം വരയ്ക്കണ്ടേ? ഇങ്ങോട്ട് തന്നെ. ഇതാ. അയ്യേ, എടി ഇതിന് മഞ്ഞ കൊണ്ട് അടിക്കണേ. ആ ബോക്സ് തന്നെ. ഇതെന്റെയാ, എന്റെ ബോക്സാ. ഇപ്പൊ തരാടോ, ഇതാരും കൊണ്ടോണൊന്നുമില്ല. അത് എടുക്കരുതെന്നല്ലേ പറഞ്ഞേ? നോക്കട്ടെ, ഇത്ര വാശിയാണെങ്കി ഇതൊന്ന് തുറക്കണല്ലോ. വിഷ്ണു അച്ഛാ, വേണ്ട. ഇതെവിടുന്ന ഈ കാശ്? പപ്പയോടെ ചോദിച്ചു, ഈ കാശ് എവിടുന്ന കിട്ടിയെന്ന്. പപ്പി പറ. ഇത് ചേച്ചമ്മയുടെ കയ്യിൽ നിന്നാ. ചേച്ചിയമ്മ വന്നോ? എന്ത്? താനെന്താ പപ്പിക്ക് പൈസ കൊടുത്ത്?
ഏയ് ഞാൻ കൊടുത്തില്ലല്ലോ. കൊടുത്തില്ലേ? പിന്നെ ഇവളുടെ ബോക്സിൽ ഇരുന്ന 100 രൂപ എന്താ? എന്താ മോളെ, നിനക്കിത് എവിടെ നിന്ന് കിട്ടി? അത് ചേച്ചിമ്മയുടെ പേഴ്സിൽ നിന്ന് ചേച്ചിമ്മ അറിയാതെ എടുത്തതാ. ഓ അത് ശരി. അപ്പൊ നീ 100 രൂപ കാണാതെടുത്താ? പപ്പി പറയ്, ഇത് നീ എന്റെ പേഴ്സിൽ നിന്ന് ഞാൻ അറിയാതെ എടുത്ത എന്തിനാന്നല്ലേ ചോദിച്ചത്? ദേ പറഞ്ഞില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടുവേ. സത്യം പറയാനാ പറഞ്ഞ. തല്ലണ്ട ശാലിനി. പപ്പി കാര്യം പറ. മോളെന്തിനാ കാശെടുത്ത്? സ്കൂളിൽ വെച്ച് ഞാനും തപസ്യയും കൂടി വഴക്കൂടി. ആ തപസ്യയുടെ മുത്തുമാല എന്റെ കൈ കൊണ്ട് പൊട്ടിപ്പോയി. അത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവള് കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാ. അത് ആരും അറിയാതെ വാങ്ങിക്കൊടുക്കാനാ ഞാൻ ഈ പൈസ എടുത്തത്. അതിന് മോഷ്ടിക്കാണോ? കാര്യം പറഞ്ഞ ഞാൻ എന്താ പൈസ തരില്ലേ? ഓ അപ്പൊ പിന്നെ എളുപ്പത്തിൽ കാര്യം നടക്കില്ലല്ലോ. ഇതുപോലെ മോഷ്ടിക്കാനും പറ്റില്ല. അതെങ്ങനെയാ? കുടുംബത്തോടെ ചട്ടമ്പിത്തര എടുത്ത് നടക്കുന്നവർക്ക് ഇങ്ങനെയുള്ള തിരിച്ചടികളൊക്കെ ഉണ്ടാവും. മക്കള് കാക്ക കാലേ പോന്നത് നോക്കി നിന്ന് കാണേണ്ടിയും വരും. ദേ ഇനി ഇവിടുന്ന് എന്തെങ്കിലും മോഷ്ടിച്ചൊന്ന് ഞാൻ അറിഞ്ഞ അടിച്ചു നിന്റെ പുറം പൊളിച്ചുകളെ. കേട്ടല്ലോ? കേട്ടോന്ന്? കരച്ചില്. പപ്പി കരയണ്ട, കരയണ്ട, കരയണ്ട. മോളുടെ അമ്മ ചേച്ചിയമ്മ ദേഷ്യത്തിൽ പറഞ്ഞല്ലേ? പപ്പി കരയല്ലേ? ഓക്കെ, മോള് കാണിച്ച തെറ്റല്ലേ? അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരുടെ സമ്മതം കൂടാതെ 1 രൂപ പോലും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനത്തെ കുട്ടികളെ ചീത്ത കുട്ടികളായിട്ട് എല്ലാരും കാണും. വിഷ്ണുച്ചന്റെ മോള് കരയില്ലേ? നല്ല മോളല്ലേ? കരയുണ്ട പപ്പി, കണ്ടിട്ട് എനിക്കും കരച്ചില് വരിക. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്കിനി ഇവിടെ നിൽക്കണ്ട. എന്നെ ആർക്കും ഇഷ്ടമല്ല.